ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലി സോസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലുള്ള മറ്റ് ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട ഗ്രീൻ ചില്ലി സോസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളാണിത് ചെയ്യാൻ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം പച്ചമുളകാണ് എടുത്തത്. ഒരു 50-55 പച്ചമുളകൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്, ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ്. വളരെ കുറച്ച് മതി ജീരകവും ഉലുവയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കുറവ് മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഈ സോസ് റെഡിയാക്കിയെടുക്കാനുള്ള പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് വിനെഗറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് വിനെഗറാണ് എടുത്തത്. 4 ടേബിൾ സ്പൂൺ വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രീൻ ചില്ലി സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇനി ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്